കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഏറ്റവും അശ്ലീലവും തെമ്മാടിത്തരവും നിറഞ്ഞ രണ്ട് പ്രതിഷേധങ്ങളാണ്. അതിൻ്റെ കാരണം ഈ രണ്ട് പ്രതിഷേധങ്ങൾക്കും നേതൃത്വം കൊടുത്തത് കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്ത് നിന്നും വിരമിച്ച ഉന്നത സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ മുൻ DGPയും ADGPയുമായ രണ്ട് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. ഒരാൾ പോലീസ് സേനയെ വെല്ലുവിളിച്ചുകൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടുമാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായതെങ്കിൽ മറ്റേയാൾ പോലീസ് സേനയെ പരസ്യമായി തെരുവ് ഗുണ്ടകളുടെ ഭാഷയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ പോലെ തന്നെ സ്റ്റേഷനുകൾ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക്, അതുപോലെ പോലീസുകാരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത് എന്ന് പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് ഒരു സംഘർഷത്തിലേക്ക് വലിച്ച് എത്തിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. കണ്ടില്ലേ, കുറെ കാലം കേരള പോലീസിന്റെ തലപ്പത്ത്, അതും ക്രമസമാധാന ചുമതല വഹിച്ച ഉദ്യോഗസ്ഥരുടെ സംസ്കാരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവർ രണ്ടുപേരും കുറെ കാലം പോലീസ് സേനയിൽ ജോലി ചെയ്തതിന്റെ ഫലമായി ഇപ്പോഴും പെൻഷൻ തുക കൈപ്പറ്റുന്നവരാണ്. ആ പെൻഷൻ വാങ്ങി നക്കിയിട്ടാണ് പരസ്യമായി തെരുവിലിറങ്ങി പോലീസ് സേനയെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത്. അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ രണ്ടുപേരും കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മാസം പെൻഷനായി കൈപ്പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റ സംഭവത്തോടുകൂടി ഇവർ രണ്ടുപേരും ഇനി പെൻഷൻ കൈപ്പറ്റാൻ അർഹരാണോ? ഒരു നാടിൻ്റെ ക്രമസമാധാനം പരിപാലിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നത് പോലീസ് സേനയാണ്. ആ പോലീസ് സേനയിൽ നിന്നും വിരമിച്ചവരാണ് സെൻകുമാറും ശ്രീലേഖയും. അതുകൊണ്ട് തന്നെ അവർ സാധാരണ പൗരന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഈ സമൂഹത്തിനോട്, ഈ നാടിനോട് ഉത്തരവാദിത്വം കൂടുതലാണ്. പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സാധാരണക്കാർക്കിടയിൽ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടാൻ പാടില്ല. ശിഷ്ടകാലം പോലീസ് സേനയ്ക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് മാതൃകയാവേണ്ട രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരാണ് പരസ്യമായി പൊതുനിരത്തിലിറങ്ങി പോലീസ് സേനയെ അസഭ്യം പറയുകയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിൽ സെൻകുമാർ പച്ചയ്ക്ക് പറഞ്ഞത്, വേണ്ടി വന്നാൽ മറ്റുള്ളവരെ പോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും പോലീസിനെ കൈകാര്യം ചെയ്യാനും ഞങ്ങൾ മടിക്കില്ല എന്ന പച്ചയായ വെല്ലുവിളിയും ഭീഷണിപ്പെടുത്തലും തെരുവ് ഗുണ്ടകളുടെ ശരീരഭാഷയോടുകൂടിയാണ് അയാൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇവരുടെ പെൻഷൻ അടക്കം മുഴുവൻ ആനുകൂല്യങ്ങളും നിർത്തലാക്കണം. രണ്ടുപേരും മുൻ IPS ഉദ്യോഗസ്ഥരായതുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരിലൂടെയാണ് ഈ പെൻഷൻ ഇരുവർക്കും വിതരണം ചെയ്യുന്നത്. പോലീസ് സേനയെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തത് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ്. അതുകൊണ്ട് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് സാമൂഹ്യ വിരുദ്ധരുടെ നിലവാരത്തിലെത്തി തെരുവ് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുന്ന രീതിയിൽ തനി സംഘികളായി അധപ്പതിച്ച ഈ രണ്ട് മുൻ ഉദ്യോഗസ്ഥരുടെയും സർവ്വ ആനുകൂല്യങ്ങളും കേരള സർക്കാർ എടുത്തു കളയാൻ തയ്യാറാവണം. ഇവിടുത്തെ സാധാരണക്കാരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ നികുതിപ്പണം ഇതുപോലെ പൊതുശല്യമായി മാറുന്ന മുൻ ഉദ്യോഗസ്ഥർ പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ വികാരവും പ്രതിഷേധവും സർക്കാർ മനസ്സിലാക്കണം, ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം.